ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ദർസ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഏറ്റവും വലിയ ദോഷം വരുത്തുന്നത് ആരാണ്? ബാറക്കല്ലാഹു ഫീക്കും. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഏറ്റവും വലിയ ദോഷം വരുത്തുന്നത് ഏറ്റവും വലിയ കഠിന ശത്രുക്കളായ ജൂതന്മാരോ മറ്റ് അവിശ്വാസികളോ അല്ല, മറിച്ച് മുസ്ലിങ്ങളിലെ വിദഗ്ധക്കാരാണ്, പുത്തനാചാരക്കാരാണ്. അപ്പോൾ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നവർ, അങ്ങനെ പുതിയ കർമ്മങ്ങൾ കൊണ്ടുവരുന്നവർ, അള്ളാഹു പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതിയ കർമ്മങ്ങൾ ദീനിൽ മതത്തിൽ കൊണ്ടുവരുന്നത് ബിദ്അത്താണ്. അപ്പം കേരളത്തിൽ ആരാണ് ഈ ബിദ്അത്തുകൾ ഏതാണെന്ന് നമ്മൾ അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. എന്തുകൊണ്ടാണ് ഇതൊരു വലിയ അപകടമാണ് എന്ന് നമ്മൾ അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. ജൂതന്മാരെക്കാൾ ശത്രുത, ജൂതന്മാരെക്കാൾ മോശം ആരാണ് എന്ന് നമ്മളും അറിയണം. ഏറ്റവും കടുത്തവരാരാണ് എന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ട് എന്നും നമ്മൾ അറിയണം. ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ സമസ്തക്കാർ കൊണ്ടുവന്ന ഒരു ബിദ്അത്താണ് നബിദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം. അവർ തന്നെ പറയുമെന്ത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ്. അപ്പോൾ അതാണ് ബിദ്അത്ത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊണ്ടുവന്ന ബിദ്അത്താണ് ഭരണാധികാരികൾക്കെതിരെ എടുക്കുന്ന അവരുടെ നിലപാടുകളും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതും. അതുവഴി എന്ത് സംഭവിക്കുന്നു? സമാധാനപരമായ പ്രതിഷേധമെന്ന് തുടങ്ങിയത് സ്വാഭാവികമായിട്ടും പണ്ടേ ഉള്ള അനുഭവമാണ്. എന്നിട്ടും അവർ ജാഥകൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിൽ പുറമേ നിന്ന് ഇടപെടലുണ്ടാകും. അങ്ങനെ അത് അക്രമാസക്തമാകും. നിരപരാധികൾ, ഈ ജാഥയുമായി ബന്ധമില്ലാത്ത നിരപരാധികൾ വധിക്കപ്പെടും, വിധവകളാകും, സ്ത്രീകൾ, കുട്ടികൾ അനാഥരാകും, അംഗവൈകല്യം സംഭവിക്കും, അവരുടെ ജോലി സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടും. അപ്പോൾ ഇതിനെക്കൊണ്ട് ഭവിഷ്യത്തുമുണ്ട്, അതേസമയത്ത് ഇത് ബിദ്അത്തുമാണ്. ഇനി ബിദ്അത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു ബിദ്അത്തിൻ ഫിന്നാർന്ന, എല്ലാ ബിദ്അത്തുകളും നരകത്തിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തബ്ലീഗ് ജമാഅത്ത് കൊണ്ടുവന്ന ഒരു ബിദ്അത്താണ്, അവർ ദീനിൻ്റെ പരിശ്രമം എന്നും പറഞ്ഞ് വിജ്ഞാനമില്ലാത്തവർ 3 ദിവസം 10 ദിവസം 40 ദിവസം 4 മാസം എന്ന് പറഞ്ഞ് അവർ കുടുംബവും കച്ചവടമൊക്കെ വിട്ടു പോകുന്നത്. ഇത് അള്ളയും റസൂലും പഠിപ്പിക്കാത്ത പുതിയ ഒരു ആചാരമാണ് അവർ ദീനിലേക്ക് കൊണ്ടുവന്നത്. ഇത് മുഹമ്മദ് ഇല്യാസ് സ്വപ്നം കണ്ട് തുടങ്ങിയതാണ്, ഖുർആൻ്റെ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട്. അള്ളാഹ് ആയത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം പഠിപ്പിച്ചിനോ? ഇല്ല. അപ്പോൾ ഇത് പുതിയതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ മർക്കസുദ്ദാവ, അവർക്കുമുണ്ട് ബിദ്അത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും. അവർ കണക്ക് പ്രകാരം മാസപ്പിറവി അവരിലുണ്ട്. അതേപോലെ അലി മണിക്ഫാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ ഹിജ്രി കലണ്ടർ. അവർ പറയും ഖുർആനിൽ സൂര്യനും ചന്ദ്രനും കണക്ക് പ്രകാരം നീങ്ങുന്നുണ്ട് എന്നുണ്ടല്ലോ. എന്നാൽ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം മാസപ്പിറവി കണക്ക് കൊണ്ട് തുടങ്ങലാണെങ്കിൽ അതാദ്യം ആര് പഠിപ്പിച്ചു തരണം? ഈ ആയത്തിൻ്റെ കർമ്മം ഒന്ന് അള്ളാഹ് പറഞ്ഞു കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം മാസപ്പിറവി കണക്ക് കൊണ്ട് തുടങ്ങലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കൊണ്ട് തുടങ്ങിയതായിട്ട് കാണിച്ചു തരണം. സഹാബാക്കളത് ചെയ്യണം. അങ്ങനെ ഈ ആയത്തിനില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഈ ബിദ്അത്തുകാരൊക്കെ ആയത്ത് ഉദ്ധരിക്കും. നബിദിനത്തിന് വേണ്ടിയും അവർ ആയത്ത് ഉദ്ധരിക്കും. അപ്പം നമ്മൾ എന്താ ചോദിക്കുക? ഈ ആയത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം നബിദിന ആഘോഷമാണെങ്കിൽ
അത് ആദ്യം പഠിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കർമ്മത്തിൽ കൊണ്ടുവരണം. സഹാബാക്കളും റളിയല്ലാഹു അൻഹു കൊണ്ടുവരണം. അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയും പ്രതിഷേധ സമരങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന ആയത്ത് ആണെന്ന് പറയും. അല്ലെ, ആയത്തുകളുണ്ട് അങ്ങനെ, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. എന്നാൽ ഈ ആയത്തിറങ്ങിയതായിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പം എല്ലാവരും ഇതേ ചോദ്യം ചോദിക്കേണ്ടത്. വിദഗ്ധക്കാരിങ്ങനെ ആയത്തും ഹദീസും ഉദ്ധരിക്കുമ്പം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജാഥ പോയി നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അന്നും ചെയ്യാമായിരുന്നു. ഇതൊന്നും അന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. അതാണ് വിദ്യാർത്ഥി. അന്ന് ചെയ്യാമായിരുന്നു, പക്ഷെ അന്ന് ചെയ്തില്ല. അള്ളാഹ് പഠിപ്പിച്ചില്ല. അള്ളാഹ് ഇവിടെ ജാഥ പോകാൻ പഠിപ്പിച്ചു ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കാൻ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ പഠിപ്പിച്ചു. അതേപോലെ തബ്ലീഗ് ജമാഅത്തും സൂറത്ത് തൗബയിലെ ആയത്ത്, ജിഹാദിൻ്റെ ആയത്തുകൾ, ഹിജറിൻ്റെ ആയത്തുകളാണ് 3 ദിവസം 4 ദിവസം 10 ദിവസം പോകാൻ പഠിപ്പിക്കുക. മുഹമ്മദ് ഇല്യാസും സ്വപ്നം കണ്ടത് കുന്തും ഖൈറ ഉമ്മത്തിൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു, സഹാബാക്കൾ അവിടെ ചെയ്തു. 3 ദിവസം 4 ദിവസം 10 ദിവസം മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോവുക. വിജ്ഞാനമില്ലാത്തവർ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി നമുക്ക് പ്രമാണങ്ങളിലേക്ക് പോകാം. എന്താണ് പ്രമാണങ്ങൾ ഈ ബിദ്അത്തിനെ കുറിച്ച് പറയുന്നത്, ബിദ്അത്തുകാരെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ അപകടം എന്താണ്, എന്തുകൊണ്ടാണ് അത് അവിശ്വാസികളെ ആയ ശത്രുക്കളെക്കാൾ മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, വേദഗ്രന്ഥത്തിൽ അവൻ നിങ്ങളുടെ മേൽ ഇറക്കിയിട്ടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ വചനങ്ങളെ. അതിൽ അവിശ്വസിക്കപ്പെടുന്നതായും അതിനെപ്പറ്റി പരിഹാസം കൊള്ളുന്നതായും നിങ്ങൾ കേട്ടാൽ അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുതെന്ന്. അവർ അതല്ലാത്ത മറ്റൊരു വർത്തമാനത്തിൽ ഏർപ്പെടുന്നത് വരേക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ, അതായത് നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നാൽ നിശ്ചയമായും നിങ്ങൾ അവരെ പോലെ തന്നെ ആയിരിക്കും. ഇത് സൂറത്ത് നിസാ 4-ാം അധ്യായം 140-ാം വചനമാണ്. ഇതിൻ്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ഹാഖ് പറയുന്നു, ഈ ആയത്തിൽ മതത്തിലെ, നമ്മുടെ ദീനിലെ എല്ലാ പുതുതായി ഉണ്ടാക്കുന്നവരും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ പുത്തനാചാരക്കാരും ഉൾക്കൊള്ളുന്നു. ഇത് ഈ ആയത്തിൻ്റെ തഫ്സീർ അൽ ബഗവിയിൽ കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്. സൂറത്തുൻ നിസാ 4-ാം അധ്യായം 140-ാം വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് പഠിച്ച തഫ്സീറിൻ്റെ ഇമാം എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹി ഇറങ്ങിയതിന് സാക്ഷിയായി ഖുർആനിൻ്റെ ആയത്തുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിൽ ഖിയാമത്ത് നാൾ വരെയുള്ള വിദഗ്ധർ പെടുമെന്ന്. കാരണം അവർക്ക് ആയത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്താൽ, നമുക്കറിയാം, നമ്മൾ വിദഗ്ധക്കാരോട് പ്രബോധനം ചെയ്യാൻ നമുക്കറിയാം, അവർക്ക് ആയത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും വ്യാഖ്യാനവും, അള്ളാഹ് പറഞ്ഞ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കൂല. പരിഹസിക്കുന്നവരുമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഖുർആനിലെ ആയത്തിനെ ഇങ്ങനെ പരിഹസിക്കുന്ന നമ്മൾ അതിൻ്റെ യഥാർത്ഥ അള്ളാഹ് പറഞ്ഞ അർത്ഥം ഇതാണ്, അള്ളാഹ് പറഞ്ഞ വ്യാഖ്യാനം ഇതാണ് എന്ന് തെളിവോടെ കാണിച്ചു കൊടുത്താലും അവരതിൽ വിശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് ബിദ്അത്തുകാരുടെ കൂടെ ഇരിക്കരുതെന്നും, ഇരുന്നാൽ അവരെ പോലെ തന്നെ നമ്മളും ആയിപ്പോകുമെന്ന് അള്ളാഹു ഈ ആയത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ അവസ്ഥ നോക്കൂ. ബിദ്അത്തുകാരുടെ പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടും പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടും മുസ്ലിങ്ങളിൽ ധാരാളം പേർ അവരുടെ കൂടെയല്ലേ. സഹാബികളിൽ നിന്ന് നേരിട്ട് പഠിച്ച സലഫുകളിൽപ്പെട്ട മഹാനായ താബി പണ്ഡിതൻ അൽ ഫുലൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല, അദ്ദേഹം മരണപ്പെട്ടത് 187 ഹിജറയിലാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ജൂതനോടും ക്രിസ്ത്യാനിയോടുമൊപ്പം ഞാൻ ഭക്ഷണം കഴിക്കും, എന്നാൽ ഒരു ബിദ്അത്തുകാരൻ്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഇത് അൽ ലാലിക്കായിലെ 1149-ാമത്തെ റിപ്പോർട്ടാണ്.
എന്തുകൊണ്ടാണ് അദ്ദേഹം റഹിമഹുല്ല ഇങ്ങനെ പറഞ്ഞത്? കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ബിദ്അത്തുകാർ ഖുർആനും ഹദീസും അള്ളാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞ് വഴിതെറ്റിക്കും. കാരണം അവർ ബിദ്അത്തുകളാണ് പറയുക, വിശ്വാസത്തിലും പിഴവുണ്ടാവും, അങ്ങനെ അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകും. അങ്ങനെ അപ്പോൾ എന്ത് സംഭവിക്കും? അവർ പറഞ്ഞത് കേട്ടാൽ എന്ത് സംഭവിക്കും? അത് നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ബിദ്അത്തുകാരുടെ കൂടെ ആകും, അവരെ പോലെ ആകും. ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരുന്നാൽ, അവരത് കേട്ടാൽ നിങ്ങൾ അവരെ പോലെയാകും. അങ്ങനെയാണ് അധികം മുസ്ലിങ്ങളും അവരെ പോലെ ആകുന്നത്. നമ്മളതിന് സാക്ഷികളാണ്. ബാറക്കല്ലാഹു ഫീക്കും. അമുസ്ലിങ്ങൾ പ്രബോധനം ചെയ്താൽ അവരുടെ മതത്തിൽ പോകാൻ സാധ്യത കുറവാണ്. അല്ലെ? ഒരു ജൂതന്മാർ പ്രബോധനം തന്നെ ചെയ്യുന്നില്ല. പിന്നെ ക്രൈസ്തവരാണ്. ക്രൈസ്തവർ പ്രബോധനം ചെയ്താൽ എത്ര പേര് ക്രിസ്ത്യാനിയാകുന്നുണ്ട്? ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ബിദ്അത്തുകാർ അവരുടെ ദോഷം മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കളുടെ ദോഷത്തേക്കാൾ വലുതാണ്. കാരണം അദ്ദേഹം പറയാണ് റഹിമഹുല്ല, ആ ആളുകൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കൾ മുസ്ലിം നാടുകൾ കീഴടക്കിയാൽ അവർ ആ നാടിൻ്റെ ജനങ്ങളുടെ, അതായത് മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളെയും അവരിലുള്ള മതത്തെയും ദുഷിപ്പിക്കുന്നില്ല. പിന്നീട് ദുഷിപ്പിച്ചേക്കാം. എന്നാൽ ബിദ്അത്തിൻ്റെ ആളുകൾ തുടക്കം മുതൽ തന്നെ ഹൃദയങ്ങളെ ദുഷിപ്പിക്കുന്നു. ഇത് മജ്മു അൽ ഫത്വ 28-ാം വോള്യം 232-ാം പേജ് പറഞ്ഞതാണ്. അതുകൊണ്ട് ശത്രുക്കൾ ആക്രമിച്ചാൽ അവരെ നാട് കീഴടക്കി. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ബിദ്അത്തുകാർ സംബന്ധിച്ചെന്താ? അവർ നമ്മുടെ ഹൃദയത്തെ എന്താക്കും? മാറ്റിമറിക്കും. നമ്മളെ വിശ്വാസം തെറ്റും, നമ്മളുടെ ബിദ്അത്തുകൾ വരും. ഇതൊക്കെ നരകത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളാണ്. ബിദ്അത്ത് പറയുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സലഫുകളിൽപ്പെട്ട മഹാനായ താബി ഇമാം മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ അബാബക്കറെ, അതായത് ഇബ്നു സിരീനെ വിളിക്കുകയാണ് റഹിമഹുല്ല, ഞാൻ നിങ്ങളോട് ഖുർആനിൽ നിന്നൊരു വാക്ക് പറയട്ടെ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, വേണ്ട. അപ്പോൾ വീണ്ടും ആ ബിദ്അത്തുകാരൻ ചോദിച്ചു, എന്നാൽ പകുതി വാക്ക്? അപ്പോൾ ഇബ്നു സിരീൻ റഹിമഹുല്ല പറഞ്ഞു, വേണ്ട, പകുതി വാക്ക് പോലും വേണ്ട. പിന്നെ ഇബ്നു സിരീൻ എന്ത് ചെയ്തു? റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വിരലുകൾ ചെവിയിൽ വെച്ച് പറഞ്ഞു, അർ റഹ്മാൻ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. ബാറക്കല്ലാഹു ഫീക്കും. കണ്ടോ, ഇബ്നു സിരീൻ ഈ ബിദ്അത്തുകാരൻ വന്നിട്ട് ഖുർആനിൻ്റെ ആയത്തന്നെ അതിൻ്റെ ഒരു പകുതി പോലും പറയാൻ സമ്മതിച്ചില്ല. കാരണം ഹൃദയങ്ങൾക്ക് അത് ബാധിക്കും. ഇത് ഇബ്നു ബത്താഹ് അൽ ഇബാന അൽ കുബ്രയിൽ 2-ാം വോള്യം 444 പറഞ്ഞതാണ്. ഇത്ര കർശനമായ ബിദ്അത്തുകാരെ കുറിച്ച് പറഞ്ഞത് എന്തുകൊണ്ട്? ഒന്ന്, സുന്നത്തിനെ സംരക്ഷിക്കാൻ. ബിദ്അത്ത് ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്നു. 2, മുസ്ലിം സമൂഹത്തിൻ്റെ സംരക്ഷണം. ബിദ്അത്തുകാരുടെ സഹവർത്തിത്വത്തിലൂടെയും അവരുടെ മൃദുവായ സംസാരത്തിലൂടെയും ബിദ്അത്ത് എന്ത് ചെയ്യുന്നു? അത് വ്യാപിക്കുന്നു. അതുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ സംരക്ഷണമാണ്. 3, ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം. നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പോലും അവരോടൊപ്പം ഇരിക്കുന്നതും അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും വലിയ ദോഷം ചെയ്യും. അത് സ്വാധീനിക്കും. കാരണം അവരും ഖുർആനും ഹദീസും ഒക്കെ തന്നെ ഉദ്ധരിക്കുക, പക്ഷേ അല്ലാഹ് പഠിപ്പിക്കാത്ത വ്യാഖ്യാനങ്ങളും അവർ കൊടുത്ത സ്വന്തം അർത്ഥങ്ങളുമാണ് ഉണ്ടാകുക. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, നിശ്ചയമായും വിശ്വസിച്ചവരോട് മനുഷ്യരിൽ വെച്ച് ഏറ്റവും കഠിന ശത്രുതയുള്ളവർ യഹൂദികളും ശിർക്ക് ചെയ്യുന്നവരുമായി നീ കാണുന്നതാണ്. ഇത് സൂറത്ത് മാഇദയിലെ 82-ാം വചനമാണ്. ഈ വചനം ബാഹ്യവും തുറന്നതുമായ ശത്രുതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി കാലത്തെ ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു.
യുദ്ധം, വഞ്ചന, വിദ്വേഷം തുടങ്ങിയ അവരുടെ ലൗകികവും രാഷ്ട്രീയവുമായ ശത്രുതയാണിത് വിവരിക്കുന്നത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും പരസ്യമായ അവിശ്വാസികളാണ്. അവരുടെ വിശ്വാസങ്ങൾ വ്യക്തമാണ്. മുസ്ലിങ്ങൾ ബോധവാന്മാരും ജാഗ്രതയുള്ളവരുമാണ്. എന്നാൽ ബിദ്അത്തുകാർ മുസ്ലിങ്ങളാണ്, പക്ഷേ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ ദുഷിപ്പിക്കുന്നു. ഇത് അവരെ ആത്മീയമായി കൂടുതൽ അപകടകരമാക്കുന്നു, പ്രത്യേകിച്ച് മുസ്ലിം ഐക്യത്തിനും വിശ്വാസത്തിനും. മുസ്ലിങ്ങളെ പുറത്തുനിന്ന് ആക്രമിക്കുന്നവരാണ് തുറന്ന ബാഹ്യ ശത്രുക്കൾ. എന്നാൽ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും ഇസ്ലാമിനെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന ആന്തരിക ശത്രുക്കളാണ് ബിദ്അത്തുകാർ. ഇസ്ലാമിനെ അകത്തുനിന്ന് ആക്രമിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളാണ് ബിദ്അത്തുകാർ. മറഞ്ഞിരിക്കുന്ന ഈ ഒളിഞ്ഞിരിക്കുന്ന വഴിതെറ്റിക്കൽ തുറന്ന ശത്രുതയേക്കാൾ അപകടകരമാണ്. അവിശ്വാസികൾ ഇസ്ലാമിന് പുറത്താണെന്ന് വ്യക്തമാണ്. ബിദ്അത്തുകാർ ഇസ്ലാമിനെ പിന്തുടരുന്നതായി നടിക്കുന്നു. ഇത് അവരെ വഞ്ചകരും തെറ്റിദ്ധരിപ്പിക്കുന്നവരുമാക്കുന്നു. അവരുടെ വഴിതെറ്റൽ മുസ്ലിങ്ങളെ ബാധിക്കുന്നു, ഉള്ളിൽ നിന്ന് മതത്തെ മാറ്റുന്നു. ആന്തരിക കുഴപ്പം കാരണം അവിശ്വാസിയേക്കാൾ ദോഷകരമാണ് ബിദ്അത്തുകാർ. അവരുടെ ദോഷം കൂടുതൽ വ്യാപിക്കുന്നു, തലമുറകളായി. അവർ ശരിയാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ബിദ്അത്തുകാരൻ പാശ്ചാത്തപിക്കുകയില്ല. സഹാബികളിൽ നിന്ന് പഠിച്ച സലഫുകളിൽപ്പെട്ട മഹാനായ താബി ഇമാം സുഫ്യാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞു, എന്തുകൊണ്ട് അവർ പശ്ചാത്തപിക്കുന്നില്ല? ഇമാം സുഫ്യാൻ സൗരി റഹിമഹുല്ലാ പറയുന്നത് വെക്കുക. സഹാബാക്കളിൽ നിന്ന് പഠിച്ച മഹാനായ താബി ഇമാമാണ്. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് പഠിച്ചത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ബിദ്അത്ത് ഇബ്ലീസിന് പാപത്തേക്കാൾ പ്രിയപ്പെട്ടതാണ്. കാരണം പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചേക്കാം, എന്നാൽ ബിദ്അത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നില്ല. ഇതിൽ അൽ ഇബാന അൽ കുബ്രയിലെ ഇബ്നു ബത്ത 1-ാം വോളിയം 222-ാം പേജാണ്. അതേപോലെ ഷർഹ് ഉസൂൽ ഇത്തിഖാദ് അഹ്ലുസുന്നയിൽ അൽ-ലായിഖ 238-ാം നമ്പറും തൽബീസ് ഇബ്ലീസിൽ ഇബ്നുൽ ജൗസി 21-ാം പേജിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഷർഹ് ഹദീസ് അൽ ഇബ്ദ എന്ന ഗ്രന്ഥത്തിലും ഇബ്നു റജബ് ഇത് പരാമർശിക്കുന്നു. ഈ പ്രസ്താവനയുടെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. പാപം ചെയ്യുന്ന ഒരാൾക്കത് തെറ്റാണെന്നറിയാം, അല്ലേ? ഒരു വ്യഭിചാരം, ഒരു മോഷണം, ഒരു കൊല, അതൊക്കെ തെറ്റാണെന്നറിയാം. അതുകൊണ്ട് ഒടുവിൽ കുറ്റബോധം തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്തേക്കാം, സാധ്യത കൂടുതലാണ്. എന്നാൽ ബിദ്അത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരാൾ നല്ലത് ചെയ്യുന്നുണ്ടെന്നാണ് അവൻ വിശ്വസിക്കുന്നത്, അവൻ സത്യത്തിലാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ പാശ്ചാത്തപിക്കുന്നില്ല. അതുകൊണ്ട് ഇത് കൂടുതൽ അപകടകരമാണ്. വൻ പാപത്തേക്കാൾ കൂടുതൽ അപകടം ബിദ്അത്തുകളാണ്. കാരണം ബിദ്അത്തുകൾ അത് ഖുർആനും ഹദീസും ഉദ്ധരിച്ചിട്ടാണ് അവർ പഠിപ്പിക്കുക. ബിദ്അത്തുകാർ അങ്ങനെ ഇതൊക്കെ ശരിയെന്ന് വിശ്വസിക്കും, സത്യമെന്ന് വിശ്വസിക്കും. പിന്നെ എങ്ങനെ തൗബ ചെയ്യുക, എങ്ങനെ പശ്ചാത്തപിക്കുക? ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ബിദ്അത്താണ് പാപങ്ങളെക്കാൾ വലിയ തിന്മ. ബിദ്അത്തിനെ കുറിച്ചുള്ള അജ്ഞത കാരണം മുസ്ലിങ്ങൾ പറയും, അല്ലെ? നമുക്കിന്ന് പറയുന്നത് കേൾക്കാം, നല്ല പ്രവൃത്തിയാണല്ലോ അത്, സമൂഹത്തിൽ കുറേ മാറ്റം വന്നല്ലോ, ഫലം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. എന്നാൽ ജനങ്ങൾ നല്ലതായി കണ്ടാലും ദീനിലെ എല്ലാ ബിദ്അത്തുകളും ശൈത്താൻ തോന്നിപ്പിക്കുന്നതും ദുർമാർഗവുമാണെന്ന് ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അതായത് ഇത് നല്ലതാണ് എന്ന് തന്നെ വന്നിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലതാണ് എന്ന്. പക്ഷേ അത് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. അതിൻ്റെ തെളിവാണ് അള്ളാഹു പറഞ്ഞു, അപ്പോൾ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ടതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ. ഇത് സൂറത്ത് 35-ാം അധ്യായം 8-ാം വചനാണ്. ഇതിൻ്റെ തഫ്സീർ ബഗവിയിൽ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഈ ആയത്ത് അവതരിച്ചത്
അബൂ ജഹലിനും മക്ക മുശ്രിക്കുകളുടെയും മേലെയാണ്. അപ്പോൾ ഒന്ന് ഈ ആയത്ത് ശിർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു. ഇനി സെയ്ദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ആയത്ത് അവതരിച്ചത് സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവരുടെയും ബിദ്അത്തിൻ്റെയും ആളുകളുടെ വിഷയത്തിലാണ്. അപ്പോൾ രണ്ടാമത്തെ തഫ്സീറിൻ്റെത് സഹാബാക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ച മഹാനായ താബി പണ്ഡിതൻ പറഞ്ഞു, ഈ ആയത്തിൽ ഇച്ഛകളെ പിൻപറ്റുന്നവരുടെയും ബിദ്അത്തിൻ്റെയും ആളുകളുടെയും വിഷയത്തിലാണ് ഈ ആയത്ത് പറയുന്നത്. അതേപോലെ താബി പണ്ഡിതനായ സഹാബാക്കളിൽ നിന്ന് പഠിച്ച താബി പണ്ഡിതനായ മഹാപണ്ഡിതനായ ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇച്ഛകളുടെയും ബിദ്അത്തിൻ്റെയും ആളുകളിൽ പെട്ടവരാണ് ഖവാരിജുകൾ. അവർ മുസ്ലിങ്ങളുടെ രക്തം ചിന്തുന്നതും സമ്പത്ത് പിടിച്ചു നിൽക്കുന്നതും അനുവദനീയമാക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വൻ പാപങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങൾ അവരിൽ പെടില്ല, കാരണം അവർ വൻ പാപങ്ങളെ അനുവദനീയമാക്കുന്നില്ല. അപ്പോൾ ഈ ആയത്തിൽ വൻ പാപങ്ങൾ പെടൂല. കാരണം എന്താ? വൻ പാപങ്ങൾ ആരും നല്ലതെന്ന് പറയൂല, അത് അനുവദനീയമാണെന്ന് പറയൂല. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഇമാം ബഗവി വിശദീകരിക്കുന്നു, അള്ളാഹു പറഞ്ഞത് തൻ്റെ ദുഷ്പ്രവൃത്തി, അതിനർത്ഥം അവൻ്റെ ദുഷിച്ച കർമ്മം, എന്നിട്ടതിനെ നല്ലതായി കാണുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം അള്ളാഹു പറയാണ്, അതിനെ നല്ലതായി കാണുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ശൈത്താൻ അവന് വസ്വാസിലൂടെ ഭംഗിയായി കാണിക്കുന്നു. അപ്പോൾ എന്താ ഇതിൻ്റെ നിന്ന് മനസ്സിലാക്കുക? ഷിർക്കും ബിദ്അത്തുമാണ് ഈ ആയത്തിൽ പെടുക. കാരണം ഷിർക്കും ബിദ്അത്തും ചെയ്യുന്നവർ അവരുടെ ആ ദുഷിച്ച കർമ്മങ്ങളെ നല്ലതായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് കബായറുകൾ അഥവാ വൻ പാപങ്ങൾ ഈ ആയത്തിൽ പെടില്ല. കാരണം ബുദ്ധിയും സംസ്കാരവുമുള്ള അമുസ്ലിങ്ങൾ പോലും വൻ പാപങ്ങളായ കൊല, വ്യഭിചാരം, മോഷണം എന്നീ ദുഷിച്ച കർമ്മങ്ങളെ ഒരിക്കലും നല്ലതായിട്ട് കാണുന്നില്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ഖുർആനിൽ നിന്നുള്ള തെളിവ്. ബിദ്അത്തുകാർ അവർക്കത് നല്ലതായി തോന്നിപ്പിക്കുന്നത് ശൈത്താനാണ്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, ജനങ്ങൾ അവ നല്ലതായിട്ട് കണ്ടാലും. അപ്പോൾ ജനങ്ങൾ നല്ലതായിട്ട് കണ്ടാലും ദീനിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്. സലഫുകളും പണ്ഡിതന്മാരും ആന്തരിക ശത്രുക്കൾക്കെതിരെ ശക്തമായി അല്ലെങ്കിൽ കൂടുതൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ വഞ്ചന, മുസ്ലിങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിക്കൽ, ഇസ്ലാമിൻ്റെ പരിശുദ്ധിക്ക് അവർ വരുത്തുന്ന നാശം. പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങളുടെ വീടിനെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ വീടിനുള്ളിൽ ആരെങ്കിലും നിശബ്ദമായി ഭക്ഷണത്തിൽ വിഷം കലർത്തിയാൽ അതാണ് കൂടുതൽ അപകടകരം. കാരണം നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇപ്പോൾ നടക്കുന്നതും കുറച്ച് മുന്നേ നടന്നതുമായ ഇറാനും സയനിസ്റ്റുകളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞത് എന്താണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഇന്നത്തെ റാഫിദി ഷിയ ഭരണകൂടമാണ് മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതെന്നും ഖാംനെ പ്രവാചകന് സമമാണെന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു. റാഫിദി ഷിയാക്കൾ അവരെന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ? ഇതും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മാഇദയിലെ 82-ാം വചനത്തിൽ മുസ്ലിങ്ങളോട് ഏറ്റവും കടുത്ത ശത്രുത അൽ യഹൂദ് എന്ന് പറഞ്ഞ ജൂതന്മാർ, വല്ലദീന അശ്റകൂ ഷിർക്ക് ചെയ്യുന്നവരും. നമുക്കറിയാം ഈ റാഫിദി ഷിയാക്കൾ, ഇറാന് നേതൃത്വം കൊടുക്കുന്ന റാഫിദി ഷിയാക്കൾ അവർ ഷിർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരും ശത്രുക്കളാണ്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്താ പറയുക? അവരാണ് നമുക്ക് നേതൃത്വം നൽകേണ്ടതെന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് വിശ്വാസത്തെ ബാധിച്ചു. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്താ വിചാരിക്കുക? ഇവർ പറയുന്നത് സത്യമാണെന്ന്. അതുകൊണ്ട് അവർ പശ്ചാത്തപിക്കുകയില്ല. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഇത് ശരിയെന്ന് വിശ്വസിക്കുകയാണ്, അവർ പശ്ചാത്തപിക്കുകയില്ല. അപ്പോൾ ഇത് അപകടകരമാണ്, നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. റാഫിദി ഷിയാക്കൾ അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്ത സഹാബികൾ റളിയല്ലാഹു അൻഹും മിക്കവരും, ഈ സഹാബാക്കൾ
അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്ത ഈ സഹാബാക്കളെക്കുറിച്ച് റാഫിദി ഷിയാക്കൾ എന്താ പറയുക? അവരിലെ മിക്കപേരും നരകത്തിലാണ്. എന്നാൽ അലി, ഇബ്നു അബ്ബാസ്, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും തുടങ്ങിയ എണ്ണമറ്റ സഹാബാക്കളെ അള്ളാഹു പുകഴ്ത്തുകയും അവൻ അവരിൽ സംതൃപ്തനാണെന്ന് പ്രഖ്യാപിക്കുകയും സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളതുമായ സഹാബിമാർ, ഇത് ഖുർആനിലെ 9-ാം അധ്യായം 100-ാം വചനാണ്. അവരെല്ലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടക്കം വഞ്ചനക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ റാഫിദ ഷിയ നേതൃത്വത്തെ സത്യവിശ്വാസികൾ എങ്ങനെ വിശ്വസിക്കും? കാരണം സഹാബാക്കളാ പറയുന്നത് റളിയല്ലാഹു അൻഹു ഈ ഷിയാക്കളെ വിശ്വസിക്കരുത് എന്ന്. അള്ളാഹു ഖുർആനിൽ പ്രശംസിച്ച, അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തവരാണ് അവർ. സൂറത്ത് തൗബയിലെ 100-ാം വചനം. അതുകൊണ്ട് തന്നെ സഹാബികൾ റളിയല്ലാഹുവിൻ്റെ കാലശേഷവും ചരിത്രത്തിൽ ഇന്നേ വരെ അവർ സുന്നി മുസ്ലിങ്ങളോട് വഞ്ചന മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചത് കൊണ്ടാണ് ഇറാൻ സയനിസ്റ്റുകളെ ആക്രമിച്ചത്. അല്ലാതെ സുന്നി മുസ്ലിങ്ങളോടോ ഫലസ്തീനികളോടോ സ്നേഹമുണ്ടായിട്ടല്ല. സ്നേഹമായിരുന്നു കാരണമെങ്കിൽ സയനിസ്റ്റുകൾ ഫലസ്തീൻ അധിനിവേശം നടത്തി അവിടെ അതിക്രൂരകൾ നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും നടക്കുന്നു. ഇറാൻ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. നന്മ ചെയ്തിട്ടില്ല, ദോഷം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇറാൻ ദോഷം ചെയ്ത ഫലസ്തീനിൽ? ഹമാസ് തെറ്റായ രീതിയിൽ യുദ്ധം ചെയ്തു. യുദ്ധത്തിൻ്റെ ഷർത്തുകൾ പൂർത്തിയാക്കാതെ യുദ്ധം ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സയനിസ്റ്റുകൾക്ക് 10,000-കണക്കിന് ഫലസ്തീനികളെ വധിക്കാൻ സാധിച്ചു. അപ്പോൾ ഹമാസിൻ്റെ യുദ്ധത്തെ ആരാ പ്രോത്സാഹിപ്പിക്കുന്നത്? റാഫിദി ഷിയാക്കളാണ്. അങ്ങനെ റാഫിദി ഷിയാക്കൾ ഹമാസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ യുദ്ധത്തിന്, ഇവിടെ യുദ്ധത്തിൻ്റെ സാഹചര്യമല്ല, ഷർത്തുകൾ പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പലസ്തീനിൽ വൻ ദുരന്തം സംഭവിച്ചു. സയനിസ്റ്റുകൾക്ക് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പോൾ റാഫിദി ഷിയാക്കൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുക ചെയ്യുക. കാരണം എന്താ? 10,000-കണക്കിന് മുസ്ലിങ്ങൾ, കുട്ടികളടക്കം, പിഞ്ചു കുട്ടികളടക്കം വധിക്കപ്പെട്ടു. റാഫിദി ഷിയാക്കൾക്ക് സുന്നികൾ വധിക്കപ്പെട്ടാൽ അതിയായ സന്തോഷമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇറാൻ ഫലസ്തീനിൽ നന്മയല്ല ചെയ്ത്, ദോഷമാണ് ചെയ്തത്. മറ്റൊന്ന്, ഈ റാഫിദി ഷിയാക്കൾ എന്താ ചെയ്യുക? ഇറാൻ എന്നുള്ള റാഫിദി ഷിയാക്കൾ ചെയ്യുന്നത് എന്താ? ഫലസ്തീനിലും ഭക്ഷണങ്ങളും മറ്റും എത്തിക്കുന്നു, അവരെ സഹായിക്കുന്നു. അങ്ങനെ അവരുമായി ബന്ധം സ്ഥാപിച്ച് എന്ത് സംഭവിക്കുന്നു? സുന്നികളെ ഷിയാക്കളാക്കുകയാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം. റാഫിദി ഷിയാക്കളെക്കുറിച്ച് ഇപ്പം ഇങ്ങനെ വിശദമായി പറയാൻ കാരണം അവരാണ് ഏറ്റവും വലിയ അപകടം. അവരാണ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ അപകടം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഫലസ്തീനിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നതൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ അവരെ ഷിയ ആക്കി മാറ്റുകയാണ്, മതം മാറ്റുക. അതോടെ സുന്നി മുസ്ലിങ്ങൾ എന്ത് സംഭവിക്കും? നരകത്തിലേക്ക് പോകാൻ കാരണമാകും. ലബനീസ് റാഫിദി പുരോഹിതനും ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറലുമായ ഹസൻ നസറുള്ള ഇറാനിയൻ റാഫിദി പുരോഹിതൻ മിർത്തജോഡിനിക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഫലസ്തീനിയൻ കാരണത്തിൻ്റെ തോളിൽ അൽ സരീഫ, സജ്ജാദിയ, ഇമാം ഹുസൈൻ, അഹ്ലുൽ ബൈത്ത്, ഇമാം ഖുമൈനി, ആയത്തുള്ള ഖമൈനി എന്നിവരെ സുന്നികളുടെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കാനും കൊണ്ടുവരാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത് ഫലസ്തീൻ്റെ കാരണം പറഞ്ഞിട്ട് ഇവർക്കൊക്കെ സുന്നികളുടെ വീടുകളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർ ഞങ്ങളോട് അടുക്കാനും ഞങ്ങളെ അവരുടെ സഹോദരന്മാരായി കണക്കാക്കാനും തുടങ്ങി. കണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മതം തന്നെ മാറ്റുന്ന വലിയ അപകടം. മറ്റൊന്ന്, ഈ ഇറാൻ റാഫിദി ഷിയാക്കൾ എന്താ ചെയ്യുക? അവരുടെ ലക്ഷ്യം രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം പ്രദേശങ്ങൾ കീഴടക്കുക എന്നതാണ്, നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണ്. അങ്ങനെ അവർ ഇറാഖ്, ലബനാൻ, യമൻ, സിറിയ ഇതൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നില്ലേ? പക്ഷെ അൽഹംദുലില്ലാഹ് സിറിയ ഇപ്പോൾ അവർക്ക്
നഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും വ്യാപനം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ. പക്ഷേ ജൂതന്മാർ പ്രബോധനം ചെയ്യുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് വിശ്വാസത്തെ ബാധിക്കുകയില്ല. ഈ ഇറാൻ റാഫിദി ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മുഴുവൻ രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ അടക്കം കീഴടക്കലാണ് അവരുടെ നിയത്ത്. ബാറക്കല്ലാഹു ഫീക്കും. അതിൻ്റെ കൂടെ അവരിൽ മതപ്രബോധനമുണ്ട്. അവർ മുസ്ലിങ്ങളെ വഴിതെറ്റിക്കുന്നു. അതുകൊണ്ട് ഇവരാണ് ഏറ്റവും വലിയ അപകടം, ജൂതന്മാരെക്കാൾ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ ഷെയ്ഖ് റബി റഹിമഹുല്ല പറഞ്ഞതൊന്ന് നോക്കാം. ഷെയ്ഖ് റബി റഹിമഹുല്ല പറഞ്ഞു, റാഫിദി ഷിയാക്കൾ അവരുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ, പരിശോധിച്ചാൽ, സുന്നത്തിൻ്റെ ആളുകളോട് അവർ ആ സമയത്ത് അത്ര മുന്നേറാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ മുസ്ലിം ബ്രദർഹുഡ് അഥവാ ഇഖ്വാനുൽ മുസ്ലിമീൻ, പിന്നെ നമുക്കറിയാം അവരുടെ കൂടെ തന്നെയാണ് ഇവിടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. അവർ വന്നതോടെ ഈ റാഫിദി ഷിയാക്കൾക്ക് വ്യാപിക്കാനും ഇന്നവർ കാണിക്കുന്ന അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും വഴിതെളിച്ചു. ഇത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ തിന്മകളിൽ നിന്നാണ്. അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത് അവരുടെ തിന്മയിൽ നിന്നാണ്. അവർക്ക് റാഫിദുകളോട് കൂറും സുന്നത്തിൻ്റെ ആളുകൾക്കും മുസ്ലിങ്ങൾക്കും എതിരായ സംഭവങ്ങളിൽ റാഫിദുകളുടെ കൂടെ അവർ നിൽക്കും, അവരെ പിന്തുണയ്ക്കുകയും ചെയ്യും. അല്ല, ഇന്ന് നമുക്ക് അനുഭവമുണ്ട്. ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളെ അന്യായമായി ആക്രമിക്കുന്നു, അവിടെ അമേരിക്കൻ താവളങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്, അവരുടെ ആകാശഭൂമി ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനും അമേരിക്കക്കും നൽകുകയില്ല എന്ന്. അതുകൊണ്ട് അവിടുന്ന് ഒരക്രമവും ഇറാനിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇറാൻ ആക്രമിക്കുകയാണ് അന്യായമായിട്ട്. ഇത് മറ്റു രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുമ്പോൾ, അന്യായമായി ആക്രമിക്കുമ്പോൾ, ഈ മുസ്ലിം ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമിക്കാരും ആരുടെ കൂടെയാണ്? ഇറാൻ്റെ കൂടെയാണ്. അവർ ഈ ഇറാൻ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല, മൗനം പാലിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ ഇതാണ് അവരുടെ സ്വഭാവം. അവർ മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കും. റാഫിദി ഷിയാക്കൾ ഇന്ന് മുസ്ലിം ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമും റാഫിദി ഷിയാക്കളെ കൂടെ നിൽക്കും, മുസ്ലിങ്ങളുടെ കൂടെ അല്ല. കാരണം അവർ മുസ്ലിം രാഷ്ട്രങ്ങളാണ്, തൗഹീദും സുന്നത്തുള്ളവർ. റാഫിദി ഷിയാക്കൾ ശിർക്ക് ചെയ്യുന്നവരും ഖുർആനിൽ പറഞ്ഞ ശിർക്ക് ചെയ്യുന്നവർ മുസ്ലിങ്ങളോട് കടുത്ത ശത്രുതയുള്ളവരാണ്. അവരുടെ കൂടെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും. വിദ്അത്തുകാരുടെ കൂടെ ഇരിക്കരുത് എന്ന് നമ്മൾ ഖുർആനിലെ ആയത്ത് പഠിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. സുന്നത്തിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളുടെ കൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ ആ രാഷ്ട്രങ്ങളുടെ കൂടെ യാതൊരു കൂറും ഇവർക്കില്ല. ഇവർക്ക് കൂറ് ഈ ഇറാൻ റാഫിദി ഷിയാക്കളുടെ കൂടെയാണ്. അപ്പോൾ അതാണ് ഷെയ്ഖ് റബി റഹിമഹുല്ല പറഞ്ഞത്, അവർക്ക് റാഫിദോയോടുള്ള കൂറും സുന്നത്തിൻ്റെ ആളുകൾക്കും മുസ്ലിങ്ങൾക്കും എതിരായ സംഭവങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നതും അവരെ പിന്തുണക്കുന്നതും. അല്ലേ, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിച്ചതിനെക്കുറിച്ച് അവർ പൂർണ്ണ മൗനമാണ്, ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ബ്രദർഹുഡും. അവർ ജൂതന്മാർക്കെതിരാണെന്ന് നടിച്ചാലും അള്ളാഹുവാണ് സത്യം. ഷെയ്ഖ് റബി റഹിമഹുല്ല പറയാണ്, അവർ സുന്നത്തിൻ്റെ ആളുകൾക്കെതിരാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂ 2ാം വോളിയം 316 പേജിൽ പറഞ്ഞതാണ്. ഈ അവിശ്വാസികൾ ആക്രമിച്ചാൽ എന്താ സംഭവിക്കുക? ഭൗതിക നാശനഷ്ടങ്ങളും കൊലകളുമാണ് നടക്കുക. ഇത് ഷഹീദാകാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമാണ് കാരണമാവുക. ഇതിനർത്ഥം ആക്രമിക്കുന്ന അവിശ്വാസികൾ സ്നേഹിതന്മാരാണെന്നല്ല, അവർ ശത്രുക്കൾ തന്നെയാണ്. വധിക്കപ്പെടാൻ തല കാണിച്ചു കൊടുക്കണമെന്നുമല്ല. പക്ഷേ ഇതാണ് അവിശ്വാസികൾ ആക്രമിച്ചാൽ സംഭവിക്കുക. എന്നാൽ ഈ വിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത്
നരകത്തിലേക്ക് പോകാൻ നമ്മളെ കാലാകാലം നമ്മുടെ അവസ്ഥ, നമ്മുടെ ജീവിതം എന്താണ്, അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകും. അത് നമുക്ക് നഷ്ടത്തിന് കാരണമാകും. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊന്ന് റാഫിദ ഷിയാക്കളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അവർ അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ റാഫിദ ഷിയാക്കൾ അലി റളിയല്ലാഹുവിനെ ദിവ്യത്വം കൊടുത്തിട്ടുണ്ട്, ദൈവമാക്കിയിട്ടുണ്ട്. ഇത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, റിപ്പോർട്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവർക്ക് പ്രബോധനം ചെയ്തു, ഞാൻ ദൈവമല്ല എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവർ വിശ്വസിച്ചില്ല. അങ്ങനെ അലി റളിയല്ലാഹു എന്ത് ചെയ്തു? ഈ റാഫിദി ഷിയാക്കളെ അവരെ തീയിലിട്ട് കൊന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ഇജ്തിഹാദ് പ്രകാരം അലി റളിയല്ലാഹു എന്ന ഭരണാധികാരി അദ്ദേഹം കൊടുത്ത ശിക്ഷ എന്താ? തീയിലിട്ട് കൊന്നു കളഞ്ഞു. ഇത്രക്കും ദോഷമാണ് അവർ, ഇത്രക്കും അപകടമാണ് അവർ. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തീയിലിട്ട് കൊന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല, കൊല്ലണം, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, അവരെ കൊല്ലണം. എന്നാൽ അലി റളിയല്ലാഹുവിനെ ചെയ്ത രീതിയിൽ തീയിലിട്ട് കൊന്നതിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവക്ക് അഭിപ്രായമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊല്ലണം എന്നതിനെക്കുറിച്ച് തർക്കമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇവരെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും ഇഖ്വാനുൽ മുസ്ലിമും, അവരോടാണ് കൂറ്. ഇതൊരിക്കലും പാടില്ലാത്ത, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് തൗഹീദ് പഠിക്കാത്തത് കൊണ്ടാണ്, തൗഹീദിൻ്റെ പുസ്തകങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്, ബിദ്അത്തുകളെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. എന്താണ് ബിദ്അത്ത് എന്നറിയില്ല, തൗഹീദിനെക്കുറിച്ചൊന്നും അറിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. തൗഹീദിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷിർക്കിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിദ്അത്തുകളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കൂറുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പ്രകാരം, തലബൽ ഇൽമ ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, വിജ്ഞാനം തേടൽ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ആ വിജ്ഞാനം നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് തന്നെ നാശമല്ലേ സംഭവിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഈ റാഫിദി ഷിയാക്കളുടെ പ്രബോധനം കാരണമാണ് മുസ്ലിങ്ങളിൽ ഷിർക്ക് വന്നത്, സൂഫിസം വന്നത്. ഇവിടുത്തെ സമസ്തക്കാർ ഷിർക്ക് ചെയ്യുന്നത് എവിടുന്ന് വന്നു? ഈ റാഫിദി ഷിയാക്കളിൽ നിന്നാണ്. അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്ക് രാഷ്ട്രീയവും അതിനുള്ള കൂറും അതിനുള്ള പിന്തുണ എങ്ങനെ വന്നു? അത് ഈ റാഫിദി ഷിയാക്കളുമായിട്ടുള്ള ബന്ധമാണ്, അവരിൽ നിന്നാണ് ഇത് വരുന്നത്. അതേപോലെ മാസപ്പിറവി കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക, അത് എവിടുന്ന് വന്നു? മുസ്ലിങ്ങളിൽ. അതും റാഫിദി ഷിയാക്കളിൽ നിന്നാണ് വന്നത്. അങ്ങനെ നമ്മൾ പല ബിദ്അത്തുകളെക്കുറിച്ചും പരിശോധിച്ചാൽ അത് വരുന്നത് റാഫിദി ഷിയാക്കളിൽ നിന്നാണ്. അതുകൊണ്ട് അവരാണ് ഏറ്റവും വലിയ അപകടം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അധികം മുസ്ലിങ്ങളും വിശകലനം നടത്തുന്നത് പത്രവായനയുടെ അടിസ്ഥാനത്തിലാണ്, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ലല്ലോ. പ്രമാണങ്ങളായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഇന്ന് കേരളത്തിലുള്ള മിക്ക മുസ്ലിം പത്രങ്ങളും ബിദ്അത്തുകാരുടേതാണ്. അതുകൊണ്ട് തെറ്റുപറ്റുന്നു, വീണ്ടും എന്ത് സംഭവിക്കുന്നു? ദോഷം വ്യാപകമാകുന്നു. ഇനി നമ്മൾ ഏതൊരു ജുമാ കുത്തുബയും ഏതൊരു പഠന ക്ലാസ്സും ഏതൊരു നിക്കാഹ് കുത്തുബയും ആരംഭിക്കുമ്പോൾ നിരന്തരം നാം കേൾക്കാറുള്ളതാണ്, കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണ് എന്ന ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ശക്തമായ നരകശിക്ഷ കൊണ്ടുള്ള താക്കീതിൻ്റെ നബിവചനം എല്ലാ കുത്തുബയിലും പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുത്തുബ ശരിയാവില്ല, സാധുവല്ല, കുത്തുബയുടെ ഷർത്താണത്. എല്ലാ പഠന ക്ലാസ്സിലും ഇത് പറയും, എല്ലാ നിക്കാഹ് കുത്തുബയിൽ ഇത് പറയും. ഇങ്ങനെ നിരന്തരം താക്കീത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മുസ്ലിം സമൂഹത്തെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
പുതുതായി നിർമ്മിച്ച എല്ലാം അനാചാരമാണ്, പുത്തനാചാരമാണ്, ബിദ്അത്താണ്. എല്ലാ പുത്തനാചാരവും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണ്. ഇത് സുനൻ അന്നസായിലെ ഹദീസാണ്. അപ്പോൾ സമസ്ത, തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ മർക്കസുദ്ദാവ, ഈ ബിദീ സംഘടനകളുടെയും കക്ഷികളുടെയും മസ്ജിദുകളിലും ഈ താക്കീത് നിരന്തരം നൽകുന്നുണ്ട്. അവരുടെ നിക്കാഹ് ഖുത്ബയിൽ ഇത് നൽകുന്നുണ്ട്, താക്കീത് നരകത്തിലാണ് ബിദ്അത്ത് എന്ന്. അവരുടെ ദർസുകളിലും ഈ താക്കീത് നൽകുന്നുണ്ട്. എന്നാൽ ഖേദകരമായ കാര്യം എന്താ? അവർക്ക് ബിദ്അത്ത് എന്താണെന്ന് അറിയില്ല, പഠിച്ചിട്ടില്ല, പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ താക്കീത് നൽകാൻ പറഞ്ഞത് കൊണ്ട് അവർ പറയുന്നു, അവർ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെന്ത്? ഇത് ഖുത്ബൻ്റെ ഒരു ഷർത്താണ്, ദർസിൽ ഇത് ദർസെടുക്കുന്നതിന് മുമ്പ് ഇത് പറയണം, നിക്കാഹ് ഖുത്ബയിൽ ഇത് പറയണം എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതുകൊണ്ട് അവരിൽ ബിദ്അത്തുകളുണ്ട്. ബിദ്അത്തുകൾ എന്താണെന്ന് ഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തിന് അറിയാത്തത് കൊണ്ട് ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് ദോഷം വ്യാപകമാക്കുന്നു. ഇവരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ ദോഷം വ്യാപകമാകും. ബാറക്കല്ലാഹു ഫീക്കും. മുസ്ലിം സമൂഹത്തിൽ ബിദ്അത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെതിരെ നിരന്തരം താക്കീത് ചെയ്യുമായിരുന്നു. ബിദ്അത്ത് വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ ഈ താക്കീത് പറയുമായിരുന്നു. അതുകൊണ്ട് ബിദ്അത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിനെക്കുറിച്ച് നാം ആഴത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നാം പരലോകത്ത് നഷ്ടക്കാരാകും. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഈ സംഘടനകളിലും കക്ഷികളിലൊക്കെ കുറേ നന്മ കണ്ടതുകൊണ്ട് മാത്രം ആയില്ല. അവരുടെ നന്മ ഉണ്ടാകാം, സത്യം ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ കൂടെ ഈ ബിദ്അത്തുകളുണ്ട്. ആ ബിദ്അത്തുകളും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതാണ് ശരി, അത് സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ തൗബ ചെയ്യുന്നില്ല. അങ്ങനെ മരണപ്പെട്ടാൽ നമ്മൾ നരകത്തിന് കാരണമാകാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇതുമായി ബന്ധപ്പെട്ട ലിങ്കുകളും ബിദ്അത്തിൻ്റെ ലിങ്കുകളും എന്താണ് ബിദ്അത്ത് എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിദ്അത്തുകളെക്കുറിച്ച് വിശദമായിട്ടറിയാൻ ആ ലിങ്ക് നോക്കിയാൽ മതി. ഈ വീഡിയോൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചാനൽ. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.